താൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയല്ല ഞാൻ. സഹീറ തങ്ങൾ IPSനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അറസ്റ്റിലായ പ്രതിയെ നിങ്ങളെ കാണിക്കില്ല എന്ന് പറഞ്ഞ കാണിക്കില്ല. ഇറ്റ്സ് മൈ ഡിസിഷൻ. അത് മാറ്റാൻ പറ്റുമെങ്കിൽ താനൊന്ന് ശ്രമിച്ചു നോക്ക്. ഇത്രയും കാലം നിങ്ങൾ കണ്ടതല്ലേ, ഇനി ഞങ്ങള് പോലീസുകാർ അവളെ ഒന്ന് കാണട്ടെ, ആ പേരും കള്ളിയെ. ഇതിന് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു പോലീസ് ഓഫീസർ എന്നതിനേക്കാൾ നിങ്ങളൊരു സ്ത്രീയായിപ്പോയി. ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾക്കിപ്പോഴാണ് മനസ്സിലായത്. പഴയത് പറഞ്ഞു കുത്തി നോവിക്കാനും അതിന്റെ പേരിൽ റിവെഞ്ച് എടുക്കാനും മാത്രം ചീപ്പല്ല ഞാൻ. തന്റെ തകർച്ച ഇവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വലിയ കിരീടം വെച്ച ഓഫീസർ ആയിരുന്നല്ലോ, ഇപ്പൊ എന്റെ മുന്നിൽ യാചിച്ച് നിൽക്കേണ്ടി വന്നില്ലേ? ഇറ്റ് ഈസ് ടൈം, ദ പൊയറ്റിക് റിവെഞ്ച് ഓഫ് ടൈം. പക്ഷെ തന്റെ യാചന കൊണ്ടൊന്നും എന്റെ മനസ്സലിയില്ല. അവളെ കാണാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. വാശി തീർക്കാൻ ഈ യൂണിഫോം ഉപയോഗിക്കുന്നത് ഒരു നല്ല പോലീസ് ഓഫീസറുടെ ലക്ഷണമല്ല. പേഴ്സണൽ ഗ്രഡ്ജും ഒഫീഷ്യൽ ഡ്യൂട്ടിയും ഡിഫറന്റ് ആണ്. മൈൻഡ് ഇറ്റ്. എത്ര കുറ്റവാളിയാണെങ്കിലും ഏത് ലോക്കപ്പിനകത്താണെങ്കിലും മീനാക്ഷി എന്റെ ഭാര്യയാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെന്ന പരിഗണനയൊന്നും വേണ്ട. ഈ നാട്ടിലെ ഒരു സാധാരണ പൗരനെന്ന അവകാശം മാത്രം മതി എനിക്കെന്റെ ഭാര്യയെ കാണാൻ. അതുപോലും എനിക്ക് നിങ്ങൾ നിഷേധിക്കുന്നു. ഇതിനെങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മറുപടി എനിക്ക് മെയിലായിട്ട് അയച്ചാ മതി, ഞാൻ വായിച്ചു പഠിച്ചോളാം. വേണമെങ്കിൽ ഒരു പ്രിന്റ് എടുത്ത് ഇവിടെ ഫ്രെയിം ഇട്ട് ചില്ലിട്ട് വെക്കാം. ബുദ്ധിമുട്ടിക്കേണ്ട സമയത്ത് ബുദ്ധിമുട്ടിക്കണം. ഹലോ, ഞാൻ രാജലക്ഷ്മിയെ, ചെമ്പകമംഗലത്ത് നിന്ന്. മനസ്സിലായി രാജലക്ഷ്മി അമ്മേ, എന്താ വേണ്ടതെന്ന് പറയണം. അത്രയുള്ളോ കാര്യം? ഇതെനിക്കൊരു ഫോൺ കോൾ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ തീർത്താ പോരാ. കാര്യമില്ലാതെ ചെമ്പകമംഗലത്തെ കുട്ടിയെ കുറ്റവാളിയാക്കുകയും കൈവയ്ക്കുകയും ചെയ്തവൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതെനിക്ക് നേരിട്ട് കാണണം. പിന്നെന്താ രാജലക്ഷ്മി അമ്മേ, കൺമുന്നിൽ കാണിച്ചു തരാൻ ഞാൻ. ഇപ്പൊ തന്നെ പുറപ്പെട്ടുള്ളൂ പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ എത്തി എനിക്കൊരു മിസ് കോൾ ചെയ്താൽ മതി. IPSന്റെ പവറും പത്രാസും ചോരത്തിളപ്പും ഒക്കെ ഉരുകി ഒലിച്ചു പോകുന്നത് നേരിട്ട് കാണിച്ചു തരാം. പിന്നാലെ വരും പണിഷ്മെന്റ്. സന്തോഷം. ഇതൊക്കെ ചെമ്പകമംഗലത്തോടുള്ള എന്റെ കടം വീട്ടിലാണെന്ന് കണക്കാക്കിയാൽ മതി. എപ്പോ വേണമെങ്കിലും വിളിക്കാം, എന്താവശ്യമുണ്ടെങ്കിലും. ശരിയപ്പോ. ഇനി ബാക്കി പോലീസ് സ്റ്റേഷനിൽ. ഉച്ചയൂണിന് മീനാക്ഷി ചെമ്പകമംഗലത്തുണ്ടാവും. അതിഥിയായി അർച്ചനയും. മാഡം, ഞങ്ങളോടൊന്ന് ഇരിക്കാൻ പറഞ്ഞില്ല? ഇരിക്കാനും വിശ്രമിക്കാനും സൗകര്യം കിട്ടിയ കിടന്നുറങ്ങാനും ഒരുക്കിയിരിക്കുന്ന സത്രമല്ലേ ഇത്? ഇത് പോലീസ് സ്റ്റേഷനാ. ഏത് സ്റ്റേഷനാണെങ്കിലും കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ചില സാമാന്യ മര്യാദകൾ പാലിക്കാറുണ്ട് ഉദ്യോഗസ്ഥർ. മാഡത്തിന് ആ മര്യാദകൾ അറിയില്ല. ചില മര്യാദകൾ ആരും പഠിപ്പിച്ചു തരുന്നതല്ലല്ലോ, വീട്ടിൽ നിന്നേ പഠിക്കേണ്ടതാ. എന്തോ മാഡം അത് പഠിക്കാതെ പോയി. ചൂടാവാതെ മാഡം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി എന്ന എന്റെ പ്രൊഫൈൽ എന്താണെന്നും എന്നെ ഏതൊക്കെ തരത്തിൽ രാജ്യം ആദരിച്ചിട്ടുണ്ടെന്നും മാഡം അറിയാതെ പോയി. അത് വിട്ടേക്ക് പോട്ടെ. ഈ നിൽക്കുന്ന എന്റെ കൊച്ചുമകൻ കാർത്തിക് ഒരു IPSകാരനാണെന്നും ACP ആയിരുന്നെന്നും ഇനിയും ഈ കസേരയിൽ വന്നിരിക്കേണ്ട ആളാണെന്നും മാഡം അറിയാതെ പോയി.
അതും വിട്ടേക്ക് പോട്ടെ. പക്ഷേ ഒരു ബഹുമാനവും തന്നില്ലെങ്കിലും ഈ ഒരു ബഹുമാനം എനിക്ക് കിട്ടിയിരിക്കണം. ഇന്ത്യയിലെ ഒരു സീനിയർ സിറ്റിസന് കിട്ടേണ്ട ബഹുമാനം. അതാരും തരുന്ന ഔദാര്യമൊന്നും അല്ലല്ലോ, എന്റെ അവകാശോ. ജാമ്യം കിട്ടിയില്ലെന്ന് പലവട്ടം പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ടൊരു ഘോഷയാത്ര? സർവീസിലില്ലാത്ത ഈ ACPയുടെ പുറകെ നടന്ന നിങ്ങളുടെ ജീവിതം വെറുതെ പാഴാക്കല്ലേ. എക്സ്ക്യൂസ് മീ, എന്റെ സർവീസ് തീരുമാനിക്കുന്നത് നിങ്ങളല്ല മാഡം. ഈ കാറ്റും മഴയൊക്കെ പെട്ടെന്നങ്ങ് മാറും, അത് നിങ്ങളും മറക്കരുത്. മീനാക്ഷി അർച്ചനയും വിട്ട് അയക്കണം മാഡം. അവര് നിരപരാധികളാ. അത് ശരി, അപ്പൊ ഇതൊരു കോംബോ പാക്കേജ് ആണല്ലേ? ന്യായമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഈ ന്യായം മാഡത്തിന് എന്തായാലും അംഗീകരിച്ചേ പറ്റൂ. എനിക്കിനി രാജലക്ഷ്മി അമ്മയോടാ ചോദിക്കാനുള്ളത്. നിങ്ങൾ അർച്ചന നിരപരാധിയാണെന്ന് പറഞ്ഞല്ലോ. അർച്ചനയെ എത്ര കാലമായിട്ട് നിങ്ങൾക്കറിയാം? എന്താ രാജലക്ഷ്മി അമ്മയ്ക്ക് ഉത്തരം മുട്ടിയോ? രാജലക്ഷ്മി അമ്മയ്ക്ക് അങ്ങനെ ഉത്തരവൊന്നും മുട്ടില്ല മാഡം. അഹംഭാവമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടില്ല.